നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുമസി. ഇന്ന് നമ്മുടെ വാർത്തയിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത് കുട്ടികളുടെ പഠനോപകരണ വിതരണമാണ്. ഇതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് ഇപ്പൊ ഇതൊരു വ്യാപകമായ പ്രക്രിയ ആയതുകൊണ്ട് ഒരു കുഞ്ഞിന് 5 ബുക്ക് വേണമെങ്കിൽ ഒരു 25 ബുക്കൊക്കെ കിട്ടുന്നതിന്റെ അവസ്ഥയുണ്ട്. അത് അതിന്റെ ഒരു നെഗറ്റീവ് ആണെങ്കിലും അതിനേക്കാൾ ഏറെ വ്യത്യാസം കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്നു എന്നുള്ളത് നല്ലതാണ്. മാത്രമല്ല, ഇന്നത്തെ ഈ വിലക്കയറ്റത്തിന്റെ സമയത്ത് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക എന്നുള്ളത് സാധാരണ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ വലിയ ശമ്പളമുള്ളവരോ അല്ല, സാധാരണക്കാരായ ഈ ഡെയിലി വേജസുകാരായ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലൊക്കെ നിൽക്കുന്നവരായ വീട്ടുകാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അവരെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, കുടുംബത്തിനും ആശ്വാസം. അത്തരം നന്മകൾ ചെയ്യുന്ന ആൾക്കാരോട്, സംഘടനകളോട് അവർക്ക് ഒരു നല്ല സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ വാർത്തകളിലേക്ക്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കൽ കാലഘട്ടത്തിൻ്റെ ആവശ്യം. മന്ത്രി PC വിഷ്ണുനാഥ്. എല്ലാ കുഞ്ഞുങ്ങളെയും പഠനോപകരണങ്ങളും പഠന പിന്തുണയും നൽകി ചേർത്ത് പിടിക്കുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് കൊറ്റങ്കര പഞ്ചായത്ത് പുത്തൻകുളങ്ങര 9ാം വാർഡംഗം സജീവിൻ്റെ നേതൃത്വത്തിൽ കേരളപുരം ഞെട്ടയിൽ പ്രഭാത് കൾച്ചർ സെൻറ്റർ അങ്കണത്തിൽ നടന്ന പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാർഡംഗം സജീവ് അധ്യക്ഷത വഹിച്ചു. അനീഷ്, അസീസ്, ശ്രീജിത്ത്, റജബുദ്ദീൻ, റഫീഖ്, ഷംല, ആമിന, ജയശ്രീ, അശ്വതി, അനീഷ്, വിജയൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇടവട്ടം നാട്ടുവാതിക്കൽ ഡിഫൻസ് കലാ കായിക സമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. വാർഡ് മെമ്പർ ജെസി അജയൻ ഉദ്ഘാടനം ചെയ്തു. വിഷ്ണു, ഷൈജു, രാജേഷ്, രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. അവർക്ക് അർഹതപ്പെട്ട ഒരു കാര്യം നമ്മൾ അവർക്ക് കൊടുക്കുന്നു, അല്ലാതെ നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടേ വേണ്ട. കുട്ടികൾക്ക് അർഹതപ്പെട്ടതാണ്. ആ അർഹതയെ മാനിച്ച് നമ്മൾ അവരെ അവരുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണയ്ക്കുകയാണ്. ആ മാനസികാവസ്ഥയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പ്രഭാതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും തുടർന്നും ഉണ്ടാകും. ഏത് നിലയിൽ സഹായിക്കണമെന്നുള്ളത് നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് പറഞ്ഞാൽ അതിനും നമ്മുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുന്നവരെ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് അപ്പോ ഈ ഇത്രയും കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു മുൻകൈ എടുത്ത നമ്മുടെ സജീവ് മെമ്പറുണ്ട്. സജീവ് മെമ്പർ പറഞ്ഞപ്പോഴേ ഞാൻ ഈ ഡേറ്റ് കൊടുത്തു. കാരണം അത്രയും നല്ലൊരു ഇനിഷ്യേറ്റീവാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് അദ്ദേഹത്തിന് പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ റീച്ച് വേൾഡ് വൈഡിൻ്റെ സൗജന്യ പഠനോപകരണ വിതരണം നടന്നു. ആറുമുറിക്കട മേലതിൽ ഓഡിറ്റോറിയത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഡിലു ചിത്തിര അധ്യക്ഷത വഹിച്ചു. TS പൗലോ സ്വാഗതം പറഞ്ഞു. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ബൈജു, കുണ്ടറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഉഷ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം വിനോദ്, എഴുകോൺ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ SS അനാമിക, വാർഡംഗം ബിജു പണിക്കർ, റീച്ച് വേൾഡ് വൈഡ് ജില്ലാ കോർഡിനേറ്റർ സാബു ജോസഫ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, മയക്കുമരുന്നുകളുടെ ഉപയോഗം. മുമ്പൊക്കെ കലാലയങ്ങളിലാണ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് സ്കൂളുകളിലേക്ക് എത്തി പഠനമായ രക്ഷകർത്താക്കൾ വിശ്വസിക്കുന്നു. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ രാസലഹരി ഉപയോഗിക്കുന്നവരായി
മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു അപകടത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ അപകടത്തിലാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള വലുതായ പ്രവർത്തനം നമ്മളെല്ലാവരും നടത്തുന്ന ടീച്ചർ എഴുതുവേണ്ടതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഈ ചടങ്ങിനെ, ഈ പരിപാടിയെ കാണുക എന്നുള്ളത് വളരെയധികം മാതൃകാപരമാണ്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. അംഗനവാടികളിൽ പ്രവേശനോത്സവം. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി പ്രവേശനോത്സവം മുളവന മാടൻകാവ് 21 നമ്പർ അംഗനവാടിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ഉഷ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സരിനി അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ ഡാനിയൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ തോമസ് പണിക്കർ, സതീഷ് കുമാർ ഉണ്ണത്താൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഐ തോമസ്, മഹിളാമണി, വിജയലക്ഷ്മി, ശ്രീകല, കീർത്തി രാധാകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് അംഗം ജി അനിൽകുമാർ, ADS പ്രസിഡന്റ് ലിസി സാം, അംഗനവാടി വർക്കർ സി നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. അംഗനവാടിയിൽ നിന്നും പിരിഞ്ഞു പോവുകയും പുതുതായി പ്രവേശിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ഉപകാരം നൽകി ആദരിച്ചു. അംഗനവാടി കുട്ടികൾ, രക്ഷകർത്താക്കൾ, പ്രദേശവാസികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ കലാപരിപാടികളും മധുര പലഹാര വിതരണവും നടന്നു. കുണ്ടറ പഞ്ചായത്ത് കരിപ്പുറം വാർഡ് 15 നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടന്നു. വികസന സമിതി അധ്യക്ഷൻ S സതീഷ് കുമാർ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ലിൻസി, ബിജു, ലിസി ജോൺ, പ്രകാശ്, സിറിൽ, ഷൈനി, രേണുക ഭായി, ലിജി ജോയി, റോസമ്മ മാമച്ചൻ, മായ എന്നിവർ പങ്കെടുത്തു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CVN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. കുണ്ടറ ഉപജില്ലാ പ്രവേശനോത്സവം മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇളമ്പള്ളൂർ KGB ഗവൺമെൻറ് UP സ്കൂളിൽ കുണ്ടറ ഉപജില്ലാ പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 മന്ത്രി PC വിഷ്ണുനാഥ് MLA. കുണ്ടറ ഉപജില്ലാ പ്രവേശനോത്സവം തിങ്കളാഴ്ച രാവിലെ 9:30 ഇളമ്പള്ളൂർ ഗവൺമെൻറ് KGB ഗവൺമെൻറ് UP സ്കൂളിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ അധ്യക്ഷത വഹിക്കും. AEO ശശിധരൻ പിള്ള, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ഷീബമോൾ, വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ സുജാത മോഹൻ എന്നിവർ സംസാരിക്കും. ലൈല ക്രിയേഷൻസിൻ്റെ 30ാമത്തെ സിനിമ ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടു കൂടി 2.5 വർഷം മുമ്പ് ലൈല ക്രിയേഷൻസ് ആരംഭിച്ച ഒരു യജ്ഞമായിരുന്നു. ഞങ്ങളെപ്പോലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും വളരെ ചുരുക്കം പേർ, വിരലെണ്ണാവുന്നവർ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും അതിലേറെ പേർ ഞങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ 30 എണ്ണവും മുടങ്ങാതെ, ഒരു മാസം പോലും മുടങ്ങാതെ 30 ചിത്രങ്ങൾ ഞങ്ങൾക്ക് ഇറക്കാൻ കഴിഞ്ഞത്. ഈ മാസം നമ്മൾ പുറത്തിറക്കിയ ചിത്രം ഇന്ന് രാവിലെ 10 മണിക്ക് യൂട്യൂബിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ബഹുമാനീയനായ മുൻ പഞ്ചായത്ത് അംഗം C ബാളുവിനാണ് അത് റിലീസ് ചെയ്തത്. 5 മിനിറ്റും 30 സെക്കൻഡും
ഉള്ള ഈ സിനിമ എന്തിനു വൃഥ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.